താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർക്ക് വെട്ടേറ്റു. ഡോക്ടർ വിപിൻ്റെ തലയ്ക്കാണ് വെട്ടേറ്റത്. വിവരങ്ങളുമായി മേഘ മാധവൻ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. മേഘ, എന്താണ് സംഭവിച്ചത്? ജിംഷാദ്, അതായത് കോഴിക്കോട് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടറായ വിപിനാണ് വെട്ടേറ്റിരിക്കുന്നത്. വിപിന്റെ തലയ്ക്കാണ് പരിക്ക് പറ്റിയിരിക്കുന്നത്. താമരശ്ശേരിയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം പിടിപെട്ട് കഴിഞ്ഞ 2 മാസം മുൻപ് ഒരു 9 വയസ്സുകാരി മരണപ്പെട്ടിരുന്നു. ഈ മരണപ്പെട്ട പെൺകുട്ടിയുടെ പിതാവ് സനൂപാണ് വെട്ടിയത്. നേരത്തെ തന്നെ കുടുംബം കൃത്യമായ ചികിത്സ തങ്ങളുടെ കുട്ടിക്ക് ലഭിച്ചില്ല എന്ന ആരോപണം ഉന്നയിച്ചിരുന്നു. ഒരു പക്ഷേ ഇതിന്റെ പകയ തന്നെയാണ് ഇത്തരത്തിലൊരു ആക്രമണത്തിന് പിന്നിൽ എന്നാണ് കരുതുന്നത്. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം എന്നത് ഈ കുട്ടിയെ ചികിത്സിച്ച ഡോക്ടറെ അല്ല ഇപ്പോൾ വെട്ടിയിരിക്കുന്നത്, ആള് മാറി വെട്ടിയതാണ് എന്നതാണ് പോലീസ് ഉൾപ്പെടെ പറയുന്നത്. ഡോക്ടറുടെ അവസ്ഥ എന്താണ് ഇപ്പോൾ? ഡോക്ടർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നതാണ് നമുക്ക് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഡോക്ടറെ ഇപ്പോൾ വിദഗ്ധ ചികിത്സയ്ക്കായി കൊണ്ടുവരികയാണ്. പ്രതിയെ ഈ സ്ഥലത്ത് വെച്ച് തന്നെ പോലീസ് പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ചികിത്സ നടക്കുന്ന സമയത്ത് കൂടിയാണ് ഇയാൾ ആശുപത്രിക്കുള്ളിലേക്ക് അതിക്രമിച്ച് കയറിക്കൊണ്ട് ഇത്തരത്തിൽ വലിയ വടിവാൾ ഉപയോഗിച്ചുകൊണ്ട് വെട്ടിയിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും. വലിയ നല്ല പരിക്ക് അദ്ദേഹത്തിന് ഡോക്ടർക്കുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. താമരശ്ശേരി പോലീസ് ഉടൻ തന്നെ സ്ഥലത്തെത്തിയിരുന്നു. ഈ അമീബിക് മസ്തിഷ്ക ജ്വരം അടുത്തിടെയായി കുറെ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും ആദ്യം ഈ കോഴിക്കോട് ജില്ലയിൽ മരണപ്പെടുന്ന പെൺകുട്ടി കൂടിയാണ് ഈ അനയ. ആ സമയം മുതൽ തന്നെ കുടുംബം ഡോക്ടർക്കെതിരെ തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ പക തന്നെയാണ് ഇത്തരത്തിലൊരു ആക്രമണത്തിന് പിന്നിൽ എന്നതാണ് പ്രാഥമികമായി പോലീസും പറയുന്നത്. പക്ഷേ ഈ പെൺകുട്ടിയെ ചികിത്സിച്ച ഡോക്ടറല്ല, ഇയാൾക്ക് ഈ പ്രതിക്ക് ആൾ മാറി ഇത്തരത്തിൽ ആക്രമിച്ചു എന്നതാണ് പോലീസും പറയുന്നത്. ഏതായാലും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഈ പെൺകുട്ടിയുടെ പിതാവ് സനൂപിനെ പോലീസ് പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. ഗുരുതരമായി തന്നെ പരിക്കുണ്ട് എന്നതാണ് പോലീസും പറയുന്നത്. വിദഗ്ധ ചികിത്സയ്ക്കായി ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഡോക്ടറെ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. തലയ്ക്കാണ് വെട്ടേറ്റത്, അതുകൊണ്ടാണ് ഗുരുതരമാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ നിലവിൽ പുറത്തു വരുന്നത്. അജിൻഷാദ്. ശരി, മേഘ മാധവനാണ് വിവരങ്ങൾ.